ഒരു നാടിന്റെ ചരിത്രത്തെ തന്നെ വഴിമാറ്റിയ വ്യവസായ സ്ഥാപനമായിരുന്നു പിലാത്തറയ്ക്കടുത്ത കുളപ്പുറത്തെ ആറോൺ വീവിംഗ് ഫാക്ടറി. 3 ഷിഫ്റ്റിൽ 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്ത ഈ സ്ഥാപനം ഇന്ന് ഓർമ്മ മാത്രമാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറത്തിന് വ്യത്യസ്തമായ ഒരു വ്യവസായ കഥ പറയാനുണ്ട്. കമ്പനിയുടെ സൈറൺ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു ജനത കുളപ്പുറത്തുണ്ടായിരുന്നു. ആറോൺ വീവിംഗ് ഫാക്ടറി ഈ നാടിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തെ നിർണയിച്ച സുപ്രധാന ഘടകമായിരുന്നു. കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തൊഴിലാളികൾ ആറോൺ നെയ്ത്ത് കമ്പനിയിലെത്തിയിരുന്നു. കോഴിക്കോടും കാസർഗോഡുമുള്ളവർ പോലും കമ്പനിയിൽ തൊഴിലിനെത്തി കുളപ്പുറംകാരായി മാറി. ആറോൺ മില്ലിലെ തുണി അന്താരാഷ്ട്ര മാർക്കറ്റുകൾക്ക് പോലും പ്രിയപ്പെട്ടതായിരുന്നു. ഏകദേശം 1 നൂറ്റാണ്ടിനിപ്പുറം ആറോൺ കമ്പനി ഒരു ഓർമ്മ മാത്രമാണ്. കണ്ണൂരുള്ള മസ്കോട്ടാണ് ഇന്ന് കമ്പനിയുടെ ശിഷ്ടഭാഗം നടത്തുന്നത്. ഇന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഔഷധിയും എല്ലാം സ്ഥിതി ചെയ്യുന്ന 100 ഏക്കർ സ്ഥലം TB സാനിറ്റോറിയത്തിന് സൗജന്യമായി നൽകിയത് ആറോൺ കുടുംബമായിരുന്നു. കൈത്തറി മേഖല പ്രതിസന്ധിയെ നേരിട്ട കഴിഞ്ഞ 2 ദശകം കൊണ്ട് ഈ വലിയ വ്യവസായ സ്ഥാപനം ഗതകാല സ്മൃതി മാത്രമായി. പിന്നീട് ആറോൺ കൃഷി ആരംഭിച്ചു. ഇതിൻ്റെ മധ്യഭാഗത്തുള്ള വയലിൽ പിന്നീട് കരിമ്പ് നട്ടു. കരിമ്പ് കൃഷി ആരംഭിച്ചു. ആ കരിമ്പ് ആട്ടി വെല്ലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷെഡ്, അതിൻ്റെ യന്ത്രങ്ങളും അന്നൊക്കെ കൈകൊണ്ട് ചെയ്യുന്നതാണ്, കൈകൊണ്ട് തിരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ വെല്ലം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുടങ്ങി. അതേപോലെ ധാരാളം പച്ചക്കറി കൃഷി ഈ വയലുകളിൽ കൃഷി ചെയ്തു. അതൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെയൊക്കെ കൃഷിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് സാമുവൽ ആറോൻ്റെ ആദ്യകാലത്ത് ഈ കുളപ്പുറം പ്രദേശം ഉപയോഗപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.